സൗദി അറേബ്യയിലെ ജദ്ദയിലെ ബലദ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, എക്സാക്ട്ലി ഏതാണ്ട് അതുപോലെ ദോഹയിലെ ഒരു ഓൾഡ് മാർക്കറ്റാണിത്. ഇതെന്താ സംഭവം? ഓ ഇതല്ലേ, ഇത് മറ്റേ പരുന്തല്ലേ? ഈഗിള്. लाख कर को हुआ उसे दो बाहर आदमी को बैठने मत दो ऐसा അഴിച്ച് പറക്കാനാണ് നോക്കുന്നത്, അഴിച്ചിട്ട് പറക്കാൻ നോക്കുന്നുണ്ട്. പിക്ചർ എടുത്ത് നല്ല രസമുണ്ട് ഇതിനെ കാണാൻ, ഐശ്വര്യമുള്ള സംഭവം. ചേർത്ത് പിടിക്കുക, കൊത്തില്ല കൊത്തില്ല. वाइट नहीं करते हैं ना? वाइट जी नहीं करते, वाइट नहीं करते। इसको टच कर सकते हो? തൊട്ടോ തൊട്ടോ. हो गया भाई? हाँ इसको टच कर सकते हो? नहीं वाइट करें മതി. ഈദിൻ്റെയൊക്കെ ക്രൗഡാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ലോക്കൽ സൂക്കാണ്. ഈ സൂക്കിൻ്റെ പേരെന്താ? സൂക്ക് വാക്യുമോ? വാക്യഫ്. സൂക്ക് വാക്യഫ്, അതാണ് ഈ സൂക്കിൻ്റെ പേര്. നമ്മളങ്ങനെ ഈ സൂക്കിൽ വന്നതാണ് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ. പക്ഷെ ക്രൗഡ് ഇത്രയും ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെയൊക്കെ ഇതുപോലത്തെ ഈ കരകൗശല കാര്യങ്ങളും ആൾക്കാരിങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. സുവനീറൊക്കെ പോലത്തെ സംഭവങ്ങൾ. ടീ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് ഇവിടെ, മലയാളിയുടെയാണ്. ഖത്തർ മുഴുവനുണ്ട്. ഈ സാധാരണ അറബിക് സൂക്കിലൊക്കെ കാണുന്ന മാതിരിയുള്ള ചെറിയ ചെറിയ ഇടവഴികളും അതിനിടയിലുള്ള കടകളും ഒക്കെയാണ്. ഇതൊക്കെ നോർമലി സൗദി അറേബ്യയിലും ഉണ്ട്. പക്ഷേ ഇവിടെ കുറേയും കൂടി അവർ അട്രാക്റ്റീവ് വേയിൽ വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ഈ ഫുട്ബോൾ വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി ഫിഫ ഫുട്ബോൾ ഒരു ട്രോഫിയും വെച്ചിട്ടുണ്ട്. ഈ ഖത്തറിൻ്റെ ഈ മാഗ്നറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന, അതുപോലത്തെ സുവനീറൊക്കെ ഒത്തിരി ഉണ്ട്. സുവനീറൊക്കെ ഒത്തിരി ഇവർ ഇതിനോട് പ്രമാണിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഈ സൂക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന. ടീഷർട്ടായിട്ടും അതുപോലെ തന്നെ പല പല സംഭവങ്ങളും ഖത്തറിൻ്റെ ആ ഒരു സുവനീർ ഇവിടെയൊക്കെ കാണാം. അതെല്ലാം അന്ന് ഈ പറഞ്ഞ ഒരു ഫുട്ബോൾ വന്നതിന് ശേഷം ആയിരിക്കാം ഇവർ അത്രയും ഡെവലപ്പ് ചെയ്തത്. അതുപോലെ അങ്ങോട്ട് സൗദിയിലായിട്ടില്ല ഇതുപോലത്തെ സുവനീറൊന്നും. ഹോപ്പ്ഫുള്ളി 2034 മുമ്പായിട്ട് അവിടെ ഇതിലും കൂടുതലായിട്ട് വരുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ താഴോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത്രയും ആൾക്കാർ ക്രൗഡ് വന്നിട്ട് ഇവിടെ ഒന്നും ഒരു കച്ചടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള, എല്ലാം നീറ്റാണ്, ക്ലിയർ നീറ്റ്. ഇപ്പോൾ ഈ ഏരിയ തന്നെ 10,000-കണക്കിന് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. പക്ഷെ സിഗരറ്റ് കുറ്റിയോ അല്ല അങ്ങനെ ഒന്നും അത് ഇട്ടിട്ടില്ല ഇവിടെ ഒന്നും. അതിലൊക്കെ ഇവർ വളരെ പെർഫെക്റ്റാണ്. പുറകിൽ ഒരു മലയാളി ഹോട്ടലുണ്ട്, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്. പണ്ട് ഈ കപ്പലൊക്കെ കയറി വരുന്നവരെ പുള്ളിയായിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഉണ്ട് ഒരു ബിസ്മില്ല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഒരു ട്രഡീഷണൽ വേയിൽ ഇരിക്കുന്ന കഫേകളാണ്. ഇപ്പം നമ്മുടെ മൊറോക്കോയിലൊക്കെ ചെന്നാലും ഇതുപോലൊക്കെ തന്നെയാണ് സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത്. മൊറോക്കോയിലും അതുപോലെ സിറിയ, ഈജിപ്ത്, അതുപോലെ ലെബനോൺ ഇതുപോലത്തെ സൂക്കുകളുണ്ട്. ഹലോ, ഹായ്. ഇത് നമ്മുടെ ഫുട്ബോളിൻ്റെ ട്രോഫി, ഇതെല്ലായിടത്തും ഉണ്ട്, ഒരു സൊവനീർ മാതിരി. മന്ദം ഇങ്ങനെ ഈ സൂക്കുകളുടെ ഇടയിലൂടെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. തിരക്ക് ഇതിവിടെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതുവഴി നമുക്കധികം നിന്ന് സമയം കളയാതെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. എന്താ ഇതൊക്കെ ചെറിയ ചെറിയ ഗല്ലികളാണ്. സൗദി അറേബ്യയിലെ ആൾക്കാർക്ക് ഇതൊരു പുതുമയല്ല. ബട്ട് ഇവരിതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ മാറ്റം നമുക്കിതിലിങ്ങനെ തോന്നിക്കും. പക്ഷെ എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ഇന്നലെ ഈ ബോട്ടിൻ്റെ ഇതുവഴിയൊക്കെ വന്നപ്പം ഒറ്റ മനുഷ്യരില്ലായിരുന്ന സ്ഥലങ്ങളാണ്. ഇന്നിവിടെ 10,000-കണക്കിന് ആൾക്കാരെ കൊണ്ട് ഇവിടോട്ടൊക്കെ നോക്കിയാൽ തിരക്കുണ്ട്. ഇന്ന് ഈദിൻ്റെ ആ ഹോളിഡേ ആയതിട്ടാണ്. ഇവിടെ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വട്ടം കറങ്ങുകയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ പാട്. അത്രയ്ക്കും തിരക്കാണ്. നമ്മളിവിടെ വന്നിട്ട് ഹോളിഡേ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഹോളിഡേ പ്രോപ്പർട്ടിയിലാണ്. ജസ്റ്റ് ലൈക്ക് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്ന്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ നൈറ്റിലെന്തോ ഒരു സ്പെഷ്യൽ സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത് ഹോളിഡേൻ്റെ റെസ്റ്റോറൻറ്റാണ്. അവിടെ അതിനകത്തുള്ള ഒരു ബാർ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്. ഇതിന് മെയിനായിട്ട് ബർഗറൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് സംഭവം. ഇവിടെ പുറകിലൊരു ഓപ്പൺ കിച്ചണൊക്കെ ഉണ്ട് ഇതിന്. ഈ റെസ്റ്റോറൻറ്റിനുള്ളിൽ തന്നെ ഇവിടുന്ന് തന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം തരുന്നത്. നല്ല രസത്തിലാണ് അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് സിറ്റിംഗ് ഏരിയ. പിന്നെ വിവരമായിട്ട് പറയാനായിരുന്നു. ഇതിനിവിടെ ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ് സൗദി അറേബ്യയിലോട്ട്. ഇത് ചട്ടിച്ചോറ്, ഇത് ഈ മഹാന് കഴിക്കാനുള്ള ഗ്രില്ല. ഞാൻ ഷെയർ ചെയ്യും ഓഫ്കോഴ്സ്. അദ്ദേഹത്തിനുള്ള പൊറോട്ടയും ചിക്കൻ കറി അതൊക്കെ തന്നെ ഞാനും കഴിക്കുന്നു. ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ബോർഡറിലോട്ട് പോകും. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ഖത്തറിൻ്റെ. അങ്ങനെ ഈ നോമാൻസ് ലാൻഡ് തിരികെ സൗദി അറേബ്യയുടെ ആ ഒരു റൂട്ടിലോട്ടുള്ള ഭാഗത്തെത്തി. അങ്ങനെ നമ്മൾ തിരികെ പോവുകയാണ്. മോസ്റ്റ് ഓഫ് ദ കാർ പോകുന്ന എല്ലാം ഖത്തറിൻ്റെ വണ്ടിയാണ്. ചില സൗദി വണ്ടികൾ പോകുന്ന കാണാം. കൂടുതലും ഖത്തറിൻ്റെ വണ്ടികളാണ് കാണുന്നത്. ഇവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ കണ്ടത്.
അപ്പോൾ കാണാം. നമ്മളങ്ങനെ സൗദി അറേബ്യയുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യക്കുള്ളിലേക്ക് എത്തി. എല്ലാം കൂടി വന്ന ഒരു അരമണിക്കൂർ 35-40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റിയാദ് ലക്ഷ്യമാക്കി പോകുന്നു. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ അവിടെ വെച്ച് കാണാം. നമ്മളിപ്പം സാൽവ ബോർഡർ ഇതെല്ലാം കഴിഞ്ഞിട്ട് സാൽവ ബോർഡർ വഴി പോകണം. ആ കാണുന്നത് ഈ പറഞ്ഞ ഖത്തർ ആൻഡ് സൗദി ബിറ്റ്വീൻ ആ സീ തന്നെയാണ്. നമ്മളിവിടുന്ന് ഇനി ബൈ പറഞ്ഞ് പോകുന്നു. അൽ ഹസ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ പല പല പ്രോജക്റ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ ഈ മരുഭൂമി ഭാഗങ്ങളിൽ പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ട്. വേറൊന്നും കാര്യമായിട്ട് കാണാനില്ല. ഇങ്ങനെ തരിച്ച ഭൂമിയാണ്. ബട്ട് ഭയങ്കരമായിട്ട് പ്രോജക്റ്റുകളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അതെന്താണെന്ന് അറിയില്ല. ഇനി വല്ലോ ഈ ഖനനം ചെയ്യുന്ന സംഭവം വല്ലതും ആണോ അറിയില്ല. നമ്മളങ്ങനെ ഏതാണ്ട് ഇനി ഇങ്ങനെ ഒരു 300-350 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 6 മണി. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തും. എന്തായാലും ഖത്തർ യാത്ര വളരെ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ട്രിപ്പായിട്ട് കാണാം.